കന്യാസ്ത്രീകൾ, അവർ മലയാളികളാണ്. സിസ്റ്റർമാരായ പ്രീത മേരി, വന്ദന ഫ്രാൻസിസ്. രണ്ടുപേരും നമ്മുടെ ചേർത്തലയിലുള്ള സിറോ മലബാർ സഭയുടെ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിലെ സന്യാസിനിമാരാണ്. അവരുടെ തീവണ്ടി യാത്രക്കിടയിൽ ഛത്തീസ്ഗഡ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു, ഇനി റിമാൻഡ് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. ഗുരുതരമായ വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ BJP ക്രൈസ്തവ സഭയുമായി വലിയ സൗഹാർദ്ദമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഗുരുതരമായി നമ്മുടെ മാധ്യമങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. കേരളത്തിലെ BJP ക്രൈസ്തവരുമായിട്ടല്ല എല്ലാവരുമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നൊരു പാർട്ടിയാണ്. പക്ഷേ അതിനർത്ഥം അവരുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും പോലീസ് അവരെ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. അല്ല, ഇവരെന്ത് ചെയ്തു? ഈ കന്യാസ്ത്രീകൾ, പാവങ്ങൾ. പറയട്ടെ, ക്രിസ്ത്യാനികൾ, കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ ആരോപണം. അതിൻ്റെ പേരിലാണ് FIR ഇട്ടിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കി, കോടതി അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലിട്ടു. ഇന്ന് അവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നുണ്ട്. ഈ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ കടത്തുക ഓരോ ആവശ്യത്തിനായിട്ട്. നെടുമ്പാശ്ശേരി നിന്ന് മനുഷ്യക്കടത്ത് കേട്ടിട്ടില്ല. ആളെ പിടിച്ചോണ്ടൊന്നുമല്ല പോണേ, ഈ മുതിർന്ന പ്രായപൂർത്തിയായ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടിയിട്ട് അയാൾ വിസ വാങ്ങി ജോലിക്ക് പോകുന്നതല്ല. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കടത്തിനെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. അല്ല, ഇവർ ടിക്കറ്റൊക്കെ എടുത്ത് കന്യാസ്ത്രീകളുടെ കൂടെ സഞ്ചരിക്കല്ലേ അവരെ? നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണും, എന്തും ചെയ്ത് കാണും. പോലീസിന് അതിൽ ഒരു ക്രൈം അവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റിമാൻഡ് ചെയ്തത്. അതല്ല വെറുതെ ഒരുത്തിനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഒരു ചാർജ് ഇട്ട് കൊടുത്താൽ മിക്കവാറും റിമാൻഡ് ചെയ്യത്തില്ലേ? അത് ശരി. അപ്പം ഇന്ന് ജാമ്യാപേക്ഷ വരുന്നുണ്ടല്ലോ, അതിലും ജാമ്യമേ കൊടുക്കുകയുള്ളൂ. കുറ്റവിമുക്തനാക്കുമോ? അതില്ല. ഇല്ല. കേസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രയൽ നടത്തിയത്. നിങ്ങളൊരു പൊളിറ്റിക്കൽ അലയൻസ് നടത്തി എന്ന് വിചാരിച്ചിട്ട് അതിനർത്ഥം അവരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും മിണ്ടരുതെന്നാണോ? അതോ ആദ്യമേ മലയാളത്തിലെ TV ചാനലുകളെ ബോധ്യപ്പെടുത്തി വേണം പോലീസ് അറസ്റ്റ് ചെയ്യാനെന്നോ? നടക്കുന്ന കാര്യമാണ്. ബോധ്യപ്പെടണ്ടേ? ആരെ ബോധ്യപ്പെടുത്തണം? ജനത്തിന്. ഏത് ജനം? ഏത് ജനം? ഈ നാട്ടിലെ ജനത്തിന്. ഈ നാട്ടിൽ വേറെയും ജനമുണ്ട്. അവരുടെ ശബ്ദമാണോ ചാനലുകൾ കേൾപ്പിക്കുന്നത്? ചാനലിൻ്റെ സൂക്കേട് എന്താ? ഇപ്പോൾ ചാനലിൻ്റെ സൂക്കേട് കേരളത്തിൽ BJP ക്രിസ്ത്യാനികളിൽ ഒരു ഇൻറോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അതെങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് അജണ്ടയുണ്ട് ഇവരുടെ ചാനലിൻ്റെ? ഒരു മണ്ണാങ്കിട്ടയില്ല. ഞാൻ പറയുന്നില്ല. എത്രയോ കാലമായി കന്യാസ്ത്രീമാരെ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ചാനൽ അറിഞ്ഞോ? എത്രയോ കാലമായി. ഇപ്പോൾ ഒരു വർഷം സുപ്രീം കോടതിയിൽ കേസ് പോയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്ത് പോകൃത്തരാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ, പ്രൊഫസർ, ഡോക്ടർ, പ്രിൻസിപ്പലൊക്കെ ഇല്ല. UGC നിലവിലെ ശമ്പളം കിട്ടുന്നുണ്ട്. 5 പൈസ ഇൻകം ടാക്സ് കൊടുക്കില്ല. അത് നേരത്തെ ഇളവ് ചെയ്തിരുന്നു. പഴയ ഇന്ദിരാഗാന്ധി സർക്കാരോ രാജീവ് ഗാന്ധിയോ ആരോ ഇളവ് ചെയ്ത് കൊടുത്തിരുന്നു, ടാക്സ് കൊടുക്കേണ്ടതെന്ന്. ഇത് കന്യാസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഒരു പൗരനാണ്. അവരുടെ സഭയ്ക്കുള്ളിലായിരിക്കും അവർ തിരുവസ്ത്രം അത് ഇതെന്നൊക്കെ പറയുന്നത്. ഫോർ ലോ യു ആർ ഈക്വൽ. ഞാനും സുനിലും ഈ പറയുന്ന യൂഹന്നാൻമാർ, മിലിത്തിയോസ് അങ്ങനെ ഇറങ്ങി വന്നല്ലോ ഇപ്പോൾ. എന്തിന് ബഹളം വയ്ക്കണം? ഒരു സ്വീകരണം കിട്ടുമല്ലോ ഡൽഹിയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ മനുഷ്യൻ്റെ കമ്മ്യൂണിസ്റ്റ് അധമത്വം അതിലാർക്കും ഒരു തരക്കേടില്ല. അയാൾക്കൊക്കെ പൊളിറ്റിക്സ് കളിക്കാം, ബാക്കിയുള്ളവർ പൊളിറ്റിക്സ് പറയാൻ പാടില്ല. ഈ പറഞ്ഞ കക്ഷികളൊന്നും ടാക്സ് കൊടുക്കാതെ സൂഹിക്കുകയായിരുന്നു. പോട്ടെ, കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്തൊരു അന്യായമാണ് ഈ പാലൊളി ഇത് 80-20. അത് ചലഞ്ച് ചെയ്താരാ? ഒരു അൽമായനാണ്. എവിടെ പോയിരുന്നു? മറ്റേ കന്യാസ്ത്രീയും പള്ളിയിലച്ഛനും ഒക്കെ ആരും പോയില്ലല്ലോ. ജോസഫ് എന്നോ മറ്റോ പറഞ്ഞുള്ളൊരു സാധു ഹൈക്കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനികളുടെ അവകാശം കിട്ടുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സംരക്ഷകരെന്ന് പറയുന്നത് കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ളവരൊന്നും മിണ്ടിക്കൊടുന്നോ? ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ ഞാൻ പറയുന്നത് കേരളത്തിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയതാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസ്. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? വേർ ഈസ് ദ അപ്പീൽ? അതിൽ കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, ബിഷപ്പും ഉണ്ടായിരുന്നു. വാസ് ഇറ്റ് നോട്ട് എ കൺസെൻഷ്വൽ സെക്സ്? അത് ക്ലിയറായിട്ട് അഡീഷണൽ സെഷൻ ജഡ്ജിയുടെ 283 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ വന്നു. അതോടെ സകല ബഹളവും അടങ്ങി. സമ്മതത്തോടെയുള്ളതായിരുന്നു. അത് ആ ജഡ്ജ്മെൻറ്റിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് എ മോറൽ ഒഫൻസ്. അവരുടെ സഭയുടെ ചട്ടമനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോറൽ ഒഫൻസ്.
അങ്ങനെ ബിഷപ്പ് ഫ്രാങ്കോ രാജിവെച്ച് പുറത്തിറങ്ങി. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത 2 സന്യാസിനിമാർക്ക് സഭാവേഷം വസ്ത്രം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ അതിൽ പെട്ട ഈ കന്യാസ്ത്രീക്ക് ഈ ഏർപ്പാടുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ബിഷപ്പ് ഫ്രാങ്കോയുമായിട്ട് എന്ന് കോടതിയല്ലേ പറഞ്ഞത്? ആ കോടതിയിൽ തെളിവ് സഹിതമാണ്. ഇവരെ അറിയാവുന്ന വേറൊരു പുരുഷൻ മൊഴി കൊടുത്തിട്ട് വെറുതെ നാറ്റക്കേസൊക്കെ എന്നെ കൊണ്ട് പറയിക്കാതൊന്നും വന്നില്ല. വരില്ലല്ലോ, വരില്ല. കാരണം ഇവരുണ്ടായിക്കൊണ്ടുവന്ന നരേറ്റീവാണ് പൊളിഞ്ഞു പോയത്. ഇവരാ കന്യാസ്ത്രീ ഫാദർ ലൂസിയോ സമ്മൺ സിസ്റ്റർ അവര് എന്തോ വലിയ ത്യാഗിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ചുകൊണ്ട് വന്നു. 2 പൊതുപ്രവർത്തകരാണ് ഇതങ്ങനെ അല്ല, ഇത് കള്ളത്തരമാണെന്ന് പറഞ്ഞ 2 പേരാണ്. ആ 2 പേരെയും ഈ ചാനലുകാർ കവളം മടലും കടലാവണക്കും പത്തലും കൊണ്ടടിച്ചു. ഒന്ന് കെന്നഡി കരിമ്പങ്കാല, വേറൊന്ന് PC ജോർജ്. ഈ 2 പേരും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് തെമാടിത്തരമാണ് കാണിച്ചിരിക്കുന്നതെന്ന് അവർ അന്ന് തുറന്നു പറഞ്ഞു. ഒരു മനുഷ്യൻ പറയാനുണ്ടായിരുന്നില്ല. ഒടുവിൽ വിധി വന്നപ്പോഴോ ഓരോ കാര്യവും ഓരോ ഇൻസ്റ്റൻസും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്ര വലിയ ജഡ്ജ്മെൻറ്റ് സെഷൻസ് കോടതിയിൽ നിന്ന് വരാറില്ല. 283 പേജസ് അത് വായിച്ചു നോക്കൂ. അപ്പോൾ ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അവരങ്ങ് പരമപവിത്രമായ ഒരു സാധനമാണെന്ന് വിചാരിക്കരുത്. ചേർത്തലക്കാരാണ്, ആലപ്പുഴക്കാരാണ്, അവർക്ക് ചേർത്തലയിൽ സേവനമൊന്നും ചെയ്യാനില്ല. നേരെ ഛത്തീസ്ഗഡിൽ വെച്ച് പിടിക്കുക. എനിക്കറിയാമല്ലേ ഈ ക്രൈസ്തവ പാതിരിമാർക്ക് ഇല്ല, ഞാൻ അത് ചോദ്യം ചെയ്യണ്ട. ഞാൻ പറയത്തിലുള്ള ഒരു സഭയല്ലേ അവരെ പലയിടത്തും. അല്ല, എന്തുമായിക്കോട്ടെ, ഇവരെല്ലാം കൂടെ ഈ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങോട്ടൊക്കെ ഓടി പോകുന്നത് എന്താ? ഇവിടെ ഉള്ളവരെ സേവിക്കാൻ വേണ്ടി. ഇവിടെ ചെയ്യുന്നുണ്ടോ? എന്നാൽ പിന്നെ ഇവിടെ ചെയ്താൽ മതിയല്ലോ. അവിടുത്തുകാരെങ്കിലും ആവട്ടെ, കന്യാസ്ത്രീമാർ അവിടെ ഉള്ളവരുണ്ട്, ഇവരങ്ങോട്ട് പോസ്റ്റ്. ഇതൊക്കെ തന്നെ ഈ ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവർക്ക് എന്തോ ഒരു ഹയർ സ്റ്റാറ്റസ് കൊടുക്കുന്നത് തന്നെ ശരിയല്ല. ഞാൻ പറയുന്നത് ചേട്ടൻ പറഞ്ഞ സംബന്ധിച്ച്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഈ മിഷണറി പ്രവർത്തനം നമ്മുടെ വൈദികരും കന്യാസ്ത്രീകളും നടത്തുന്ന ഈ ചാരിറ്റി അല്ലെങ്കിൽ പല മിഷൻ പ്രവർത്തനം ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നതാണ്. എത്രയോ നൂറ്റാണ്ടായിട്ട് ചെയ്തിട്ട് ഇവരെ ഇങ്ങനെ ഒരു ഹയർ പെഡസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഇവർ വഷളായി പോയത്. ഇന്നിപ്പോൾ ക്രൈസ്തവ സഭയിൽ ഈ പറയുന്ന സിറോ മലബാർ സഭയിൽ നടക്കാത്ത പോക്രിത്തരമുണ്ടോ? അവരെ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല, ഞാൻ തുറന്ന് കേസ് ബൈ കേസാണ് ആക്ഷേപിക്കുന്നത്. ഇതൊക്കെ അതിൽ നടക്കുന്നു. ഒറ്റപ്പെട്ട മാർത്തോമാ സഭയിൽ നടക്കുന്നു, യാക്കോബായ നടക്കുന്നു. എത്ര അച്ഛന്മാരെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ ഓട്ടോമാറ്റിക് പുണ്യവാളത്തി സ്റ്റാറ്റസ് അത് കൊടുക്കുന്നത് ശരിയല്ല. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കന്യാസ്ത്രീ ആണെങ്കിലും മോഹൻദാസ് ആണെങ്കിലും ഒരുപോലെയാണ്. സഭ മതപരിവർത്തനം നടത്തുന്നുണ്ട്, കേരളത്തിലെ അനുഭവമില്ല, നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം. അങ്ങനെ അത് ചെയ്യാനുള്ള അവകാശം സഭയ്ക്കില്ലേ? ന്യൂനപക്ഷ അവകാശമില്ലേ? അതുണ്ടാകുമായിരിക്കാം. അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും. മനസ്സിലായി? ഈ മതപരിവർത്തനം നടത്താൻ പോകുമ്പോൾ ഞാനെങ്ങും മസിൽ പഠിപ്പിച്ചിട്ട് നിന്നെ എങ്ങും മതപരിവർത്തനം ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ചെയ്യപ്പെടാൻ നിൽക്കുന്നവനുണ്ടല്ലോ, അവൻ്റെ പ്രതികരണവും താങ്ങാൻ നിങ്ങൾ തയ്യാറാകും. അപ്പം പിന്നെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. ഇഫ് യു ആർ ഗോയിങ് ഇൻ എ ഫൈറ്റ് യു വിൽ ഓൾസോ ഹാവ് ടു ഹാവ് ദാറ്റ് ഡാമേജ്. എൻ്റെ ഒരു സംശയം, ഈ മതപരിവർത്തനം മതപരിവർത്തനം ഒന്നുമല്ല, ഇത് സംഭവിച്ചിരിക്കുന്നത് മനുഷ്യക്കടത്താണ്. മതപരിവർത്തനത്തിന്റെ പേരിലല്ല അവരെ അറസ്റ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരിക്കും മനുഷ്യക്കടത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആ FIR ഡീറ്റെയിലോ കിട്ടിയാൽ അറിയാം. ഏതെങ്കിലും ഒരു ചാനൽ FIRലെ കുറ്റം ഏതാണെന്ന് കാണിച്ചു തരുമോ? FIRന്റെ കോപ്പി ഒന്ന് ഫ്ലാഷ് ചെയ്യുമോ ചാനലിൽ? ഐ ചാലഞ്ച് ദീസ് ഫൂൾസ് സിറ്റിംഗ് ഇൻ സ്റ്റുഡിയോസ്. ഷോ ദ FIR കോപ്പി, ഷോ ദ പോലീസ് വെർഷൻ. പോലീസിൻ്റെ വെർഷൻ കൂടെ കാണിക്കണ്ടേ? നിങ്ങൾ ഏതെങ്കിലും പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്തോ? സാർ എന്താ ഈ പ്രശ്നം ചോദിച്ചോ? ഇല്ലല്ലോ. ഏകപക്ഷീയമായിട്ട് നിങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് നിങ്ങൾ നടത്തുന്നത്. യു തിങ്ക് വി ആർ ഓൾ ഫൂൾസ്? വേറെ ആർക്കും ഇത് മനസ്സിലാവില്ല. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭീഷണി എന്താ? CPMനും കോൺഗ്രസിനും. ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ ഉദ്ദണ്ഡപൂരിൽ ഒരാൾ തുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ ചെണ്ട കൊട്ടും. ഉദ്ദണ്ഡപൂരിലുള്ളവർ ഇത് അറിയില്ല. ഇവിടെ ചെണ്ട കൊട്ടുമ്പോഴാണ് അവിടെ അറിയുന്നത് എന്ത് സംഭവിച്ചു. അല്ല, അയാൾ പോകുന്ന വഴിക്ക് എന്നെ നോക്കി. ഈ പരിപാടിയും കൊണ്ട് നടക്കുകയാണ്. ഇത് അധികം ഇത് കൂടി വന്നു കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ തന്നെ മടുത്തിട്ടാണ് BJPയുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. അത് ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ടറിയാം. ക്രൈസ്തവ സഭയിൽ, കത്തോലിക്ക സഭയിലുള്ള അച്ഛന്മാർക്ക്, ബിഷപ്പുമാർക്കൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം.
അതുകൊണ്ട് 4 ദിവസം ഇത് ടി വിയിലിട്ട് മൂപ്പിച്ചതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നു. ഒരു ചുക്കും സംഭവിക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ മിഷണറിമാരൊക്കെ വരുമ്പോൾ കന്യാസ്ത്രീ ആവട്ടെ വൈദികരാവട്ടെ ആരും ആവട്ടെ, ഈ ഹിന്ദുക്കൾ എന്തിനാണ് ഇങ്ങനെ മതം മാറാൻ നിന്നു കൊടുക്കുന്നത്? അല്ലെ മനുഷ്യക്കടത്തിന് പോകുന്നത് എന്തിനാണ്? അല്ല, ഈ നിങ്ങളുടെ ഇടയിലുള്ള ജാതി പ്രശ്നങ്ങൾ കൊണ്ടല്ലേ? അല്ല, ആയിരിക്കാം. ഈ ജാതി പ്രശ്നം മുതലെടുക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസും കൂടെ അവർ അനുഭവിക്കാൻ തയ്യാറാവണം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ മതം മാറ്റും, നിങ്ങൾ ചുമ്മാ അങ്ങ് നിന്ന് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. മതം മാറുന്നവന് സമ്മതമാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താന്ന് ശരി ആയിക്കോട്ടെ എന്ന് മറ്റുള്ളവർക്ക് അതിൽ തടസ്സം ഉണ്ടാവാം. എന്തിന്? ഇത് മൊത്തത്തിൽ ഞാൻ പറയട്ടെ, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കൺവേർഷൻ ഈസ് വയലൻസ്. ഞാനിപ്പോൾ ക്രിസ്ത്യാനിയാവാൻ തീരുമാനിച്ചു. ഞാൻ പറയട്ടെ, കൺവേർഷൻ ഈസ് വയലൻസ്. ഒരു വയലൻസ് നടക്കുമ്പോൾ നോക്കി നിൽക്കുന്നവരുണ്ടാകാം, അതിലിടപെടുന്നവരുണ്ടാകാം. ഈ ഇടപെട്ട് കഴിയുമ്പോഴാണ് വയലൻസ് വർദ്ധിക്കുന്നത്. സോ ബി പ്രിപ്പയർഡ് ടു ഫേസ് വയലൻസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ കൺവേർഷൻ. ദാറ്റ് ഈസ് അബൌട്ട് കൺവേർഷൻ. ഇതിപ്പോൾ കൺവേർഷൻ അല്ല, മനുഷ്യക്കടത്തിൻ്റെ പേരിലാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മതം മാറ്റം അക്രമമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കൺവേർഷൻ ഈസ് വയലൻസ്. ദാറ്റ് ഈസ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വയലൻസ് കമ്മിറ്റ് ചെയ്യും. ഗാന്ധി എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗാന്ധി ഇത് എടുത്തു നോക്കണം. ഞാൻ അതിൻ്റെ പേജ് നമ്പറും സംഗതി പറയും. അത് സംഘികളുടെ വ്യാജ പ്രചരണം എന്ന് പറയും. സംഘികളുടെ വ്യാജ പ്രചരണം പറയുന്നവർ പറഞ്ഞോട്ടെ. ഞാനിപ്പോൾ ഇതിൻ്റെ പേജ് നമ്പർ പറഞ്ഞു എന്ന് വെച്ചോ, അപ്പോഴും വ്യാജ പ്രചരണം എന്നല്ലേ പറയുള്ളൂ. ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുമോ? യു ഗോ ടു ഗാന്ധി സാഹിത്യ സർവസ്വം, യു വിൽ ഫൈൻഡ് ദാറ്റ്. ചുമ്മാ അതിൽ സംശയമുള്ളവർ നോക്കി കണ്ടുപിടിക്കട്ടെ. അതിൽ സെർച്ച് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ സംശയം ഉള്ളവർ നോക്കുന്നതല്ല, ഇത് സംശയം തീർക്കാൻ വേണ്ടി നോക്കുന്നതുമല്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇപ്പം ഇയാൾ നോക്കിയെന്ന് വെച്ചോ, കണ്ടു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് കൺവേർഷൻ ഈസ് വയലൻസ്. മിണ്ടുന്നതല്ല. ഇനി കൺവേർഷൻ ഈസ് നോട്ട് വയലൻസ് എന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അങ്ങനെ ഇയാൾ ഗാന്ധി സാഹിത്യ സർവസ്വം മുഴുവൻ വായിക്കും. അങ്ങനെയെങ്കിലും വായിക്കട്ടെ. ഹി വാസ് ഡെഡ് അഗൻസ്റ്റ് കൺവേർഷൻ. ആർക്കറിഞ്ഞത്? മഹാത്മാഗാന്ധി പാതിരിമാരോട് പറഞ്ഞാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അല്ല, ഞങ്ങൾ വിദ്യാഭ്യാസം നിർത്താൻ ഒരു വിദ്യാഭ്യാസവും കൊടുക്കണ്ട. യു ഗോ ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. ഈ ട്രൈബൽ ഏരിയയിലല്ല. ഈ വലിയ തോതിൽ ഇസ്ലാമിക ജിഹാദി പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോഴാണ് വളരെ നിരുപദ്രവകരമായ രീതിയിൽ ക്രൈസ്തവ സഭകൾ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങളെ ഇങ്ങനെ പല്ലും നഖം ഉപയോഗിച്ച് ചെറുക്കുന്നത്. അതല്ലല്ലോ വേണ്ടത്. ഇല്ല, അതൊന്നും തടഞ്ഞിട്ടില്ല. ക്രൈസ്തവ സഭ നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും തടഞ്ഞിട്ടില്ല. അതിൽ മനുഷ്യക്കടത്ത് നിന്ന് പോലീസിന് ബോധ്യം വന്ന കാര്യത്തിൽ FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി. ഇന്നിപ്പോൾ ഇത് വരുന്നുണ്ട്. അതും ചെയ്യേണ്ടതെന്നാണ്. ദേ ഷുഡ് ബി ലെറ്റ് ഫ്രീ. ആ മനസ്ഥിതിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. കന്യാസ്ത്രീ ആയതുകൊണ്ട് ദേ ഷുഡ് ബി ലെറ്റ് ഫ്രീ. അവരാ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. സ്ത്രീകളല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യില്ല. സ്ത്രീകളല്ലേ അവരൊക്കെ ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതങ്ങനെ എത്ര ഇളവുകൾ കൊടുത്തു കാണും. അങ്ങനെ എത്രയോ ഇളവുകൾ കൊടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ FIR ഒന്ന് സംഘടിപ്പിക്കണം. അതുമായിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ബട്ട് ഒരു കാര്യം, ആ FIR പുറത്തു വരാതെ നോക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ വലിയൊരു ധർമ്മമായിരിക്കും. ദേ വിൽ നോട്ട് ഷോ ദ FIR. അല്ല, നമുക്ക് ശ്രമിച്ചാൽ കിട്ടുമല്ലോ. നമുക്ക് ശ്രമിച്ച് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.